ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. സിവിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പവർ ഷെയറിംഗ്, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അതിൽ നമ്മൾ യൂസ് അതേ മെത്തേഡ് തന്നെയാണ്, അതേ മെത്തേഡ് യൂസ് ചെയ്യണം നമ്മുടെ ഇതിലെ ഈ ചാപ്റ്ററിലെ റിസോഴ്സ് ആൻഡ് ഡെവലപ്പ് എന്നുള്ള ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പോൾ വാട്ട് ഈസ് സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഓർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കാദർ ആൻഡ് ബാങ്ക സോയിൽ, അങ്ങനെ വരുന്ന ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ട് CBSE ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇനി പരിചയിക്കേണ്ടത്. കാരണം വിചാരിക്കുന്നത് നിങ്ങളൊക്കെ എല്ലാ സ്കൂളിൽ 1-2 റൗണ്ട് മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ റിവിഷൻ ടെസ്റ്റ് 1-2 സീരീസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളതുപോലെ പീരിയോഡിക് അസസ്മെന്റ്, അതിനും നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം വായിച്ചിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി പാർട്ട് ഇൻ്റഗ്രേഷൻ ഏതെങ്കിലും ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അവിടെ നിങ്ങൾ ആ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു സമയത്തിനുള്ളിൽ, ഇപ്പോൾ ജനുവരി ആയില്ലേ, ഏകദേശം കഴിയാനായി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ടോപ്പിക്കും തറാവുന്ന ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം, ജനറലായിട്ട് പറയുന്ന കാര്യം മാത്രമാണ് ഇതല്ലാത്ത കുട്ടികളുണ്ടാവാം. ഇപ്പോഴും പല ടോപ്പിക്സ് ഒന്നും പഠിച്ചെത്താത്ത കുട്ടികളുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, കാരണം ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് അത് നോക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ഇപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ ഏകദേശം വന്നു, ഷെഡ്യൂൾ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് ഡേറ്റ് ഷീറ്റ് വന്നിട്ടില്ല, ഏകദേശം നിങ്ങൾക്ക് ആ ഡേറ്റ് കിട്ടി, സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഇതായിരിക്കും, ആ എക്സാമിൻ്റെ എത്ര ഗ്യാപ്പ് വരുന്നുണ്ട്, അതായത് ആ ഗ്യാപ്പിൽ പഠിക്കാൻ അങ്ങോട്ട് നീട്ടിയേക്കുന്ന കുട്ടികൾ പലരും ഇനി ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടുന്ന ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് ഡേയ്സ് ഒന്നും ആ സമയത്ത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഏകദേശം പഠിച്ച് തീർക്കാൻ ട്രൈ ചെയ്യണം. അത്രയ്ക്കും നീട്ടി വെക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ സിവിക്സിലെ പവർ ഷെയറും പഠിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഫിസിക്സിലെ ലെൻസിൻ്റെ പവർ കടന്നു വരും. അപ്പോൾ അങ്ങോട്ട് നീട്ടി വയ്ക്കാതെ ഇപ്പോൾ തന്നെ ഏകദേശം ടോപ്പിക്കെല്ലാം പഠിച്ചു തീർക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി കോൺട്രിബ്യൂട്ട് ടു മിനിമൈസ് ദ പൊല്യൂഷൻ? എക്സ്പ്ലെയിൻ. നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമായിരുന്നു പൊല്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്, എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. ആ സമയത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചില വേർഡ്സ് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഹൗ ക്യാൻ യു കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ സജസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നിങ്ങളുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഏകദേശം പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും അവിടെ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആൻസർ കീ അതിന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏകദേശം ആൻസറുമായിട്ട് കറക്റ്റ് വരെ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാവുന്നതാണ്. സ്റ്റിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് കാണിക്കാം. നിങ്ങൾ ഇതന്നെ യൂസ് ചെയ്യണം നിർബന്ധമില്ല ഈ ക്വസ്റ്റിൻ്റെ കാര്യത്തിൽ. ക്രിയേറ്റിംഗ് അവയർനെസ് അബൌട്ട് നോട്ട് ബേണിംഗ് ഗാർബേജ് ഇൻ ദ പാർക്സ് ഓർ ഓൺ ദി റോഡ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, റോഡിലും മറ്റൊക്കെ ഗാർബേജ് എസ്പെഷ്യലി പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കത്തിക്കാതിരിക്കുന്നതിനായിട്ട് ഒരു അവയർനെസ് പ്രോഗ്രാം ആളുകളെ അവെയർ ആക്കുക. സെക്കൻഡ് വൺ, we can request our parents also. Requesting our parents and the people in the neighborhood noted them garbage in the pond, river and other water bodies. കാരണം അതെല്ലാം നമുക്കറിയാം വാട്ടർ പൊല്യൂഷന് ഇടയാക്കുന്നതാണ്. വൈൽ പെർഫോമിംഗ് റിച്വൽ, ഇന്ത്യയിലൊക്കെ ഒരുപാട് റിച്വലിൻ്റെ ഭാഗമായിട്ടും ആചാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വാട്ടർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, വീട്ടിലെ നോട്ട് പൊല്യൂട്ടിങ് ദ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അറ്റ് ഹോം. അപ്പോൾ ഇതുപോലുള്ള ചില കാര്യം നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ട് തുടങ്ങിയ ചാപ്റ്റർ തന്നെ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കാം, സ്കൂൾ എടുത്ത പോയിന്റ് വെച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നെയിം ദ സോയിൽ ടൈപ്പ് വിച്ച് ഈസ് വൈഡ്ലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ രാജസ്ഥാൻ. എക്സ്പ്ലെയിൻ ദ 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സോയിൽ വിച്ച് മേക്ക് ഇറ്റ് അൺസ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ. ഇവിടെ നിങ്ങൾക്ക് 2 ക്ലൂ ആണുള്ളത്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾ റിമൈൻഡ് ചെയ്യുകയാണ്, ഞാൻ മുമ്പ് ഇട്ട ഒരു വീഡിയോ ഹൗ ടു ആൻസർ ആപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻ വീഡിയോ ഒന്നും കാണാത്തവർ നിർബന്ധമായിട്ടൊന്ന് കാണുക, അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് 2 ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, രാജസ്ഥാനിലാണ് കാണുന്ന സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു സോയിലിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് കാര്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു ക്ലൂ, ആ സോയിൽ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ ഓർ ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ. ആ 2 ക്ലൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ക്ലൂ നിങ്ങൾ ആ സോയിൽ ടൈപ്പിനെ ഐഡന്റിഫൈ ചെയ്യണം. മാത്രമല്ല, എന്തുകൊണ്ടാണ് അത് നമുക്ക് കൾട്ടിവേഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തതിനെ പറ്റിയിട്ടൊരു 3 പോയിന്റ് കൂടെ അവിടെ എഴുതണം. 2 പോയിന്റാണ് ചോദിച്ചിട്ടുള്ളത്, ശരിക്കും 3 പോയിന്റൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
ഓക്കെ, ഏകദേശം കിട്ടിയിട്ടുണ്ടായിരിക്കും. ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. സോയിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ആരിഡ് സോയിലായിരുന്നു അത്. ആരിഡ് സോയിൽ ഈസ് ലാർജ്ലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ രാജസ്ഥാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ആരിഡ് സോയില് കൾട്ടിവേഷന് സ്യൂട്ടബിൾ അല്ലാത്തത്. ഫസ്റ്റ് വൺ, നമുക്കറിയാം ആരിഡ് സോയിൽ ഈസ് ജനറലി സാൻഡി ഇൻ സ്ട്രക്ചർ ആൻഡ് സാലിൻ ഇൻ നേച്ചർ. ഈ സാൻഡി ആയതുകൊണ്ടും അതുപോലെ കുറച്ച് സാലിനിറ്റി ഉള്ളതുകൊണ്ടും നമുക്കറിയാം അത് ഒരിക്കലും കൾട്ടിവേഷന് സ്യൂട്ടബിൾ അല്ല. ഇനി മറ്റൊരു കാര്യം, ദ ലോവർ ലേയേഴ്സ് ആർ ഓക്യുപ്പൈഡ് ബൈ കാങ്കർ. പറഞ്ഞിട്ടുണ്ടായിരുന്നു കാങ്കർ എന്താണെന്നൊക്കെ വീഡിയോസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാങ്കർ ഡെപ്പോസിറ്റ് കാരണം അത് വാട്ടർ താഴോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ അതൊരു പ്രശ്നം സോയിലിന് വരുന്നുണ്ട്. ഇറ്റ് റെസ്ട്രിക്ട് ദ ഫിൽട്രേഷൻ ഓഫ് വാട്ടർ. ഇനി തേർഡ് ആൻഡ് ലാസ്റ്റ് റീസൺ, ഡ്യൂ ടു ഡ്രൈ ക്ലൈമറ്റ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഇവാപ്പറേഷൻ ഈസ് ഫാസ്റ്റർ ആൻഡ് ദ സോയിൽ ലാക്സ് ഹ്യൂമസ്. ഹ്യൂമസ് കണ്ടന്റ് കുറവാണ് കാരണം ഹൈ ടെമ്പറേച്ചർ കാരണം ഇതിൻ്റെ ഇവാപ്പറേഷനൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. പിന്നെ ഞാൻ പറയും ഇതൊന്നും റിവിഷൻ അല്ല, നിങ്ങളെ വീഡിയോസ് ഒന്നുകൂടെ കാണുക. അതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോസ് കണ്ടു നോക്കുക. എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. മെൻഷൻ എനി 2 ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി പ്രോസസ് ഓഫ് സോയിൽ ഇറോഷൻ. ഓർക്കുന്നുണ്ടായിരിക്കും ചാപ്റ്ററിൽ ഏകദേശം അവസാനം വരുന്ന ടോപ്പിക്കായിരുന്നു സോയിൽ ഇറോഷൻ. എക്സ്പ്ലെയിൻ ദ 2 ടൈപ്സ് ഓഫ് സോയിൽ ഇറോഷൻ മോസ്റ്റ്ലി ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ. 2 കാര്യം ചോദിച്ചിട്ടുള്ളത്. 2 ഹ്യൂമൻ ആക്ടിവിറ്റി, അതായത് സോയിൽ ഇറോഷന് കാരണമാകുന്ന 2 ഹ്യൂമൻ ആക്ടിവിറ്റി നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ 2 ടൈപ്പ് ഓഫ് സോയിൽ ഇറോഷൻ അത് മെൻഷൻ ചെയ്യാൻ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഷീറ്റ് ഇറോഷൻ ആൻഡ് ഗള്ളി ഇറോഷൻ. കാരണം അറിയാത്തവർ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഫസ്റ്റ് ചാപ്റ്റർ. ഇനി ഇത് നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടെ നിങ്ങളുടെ സ്വന്തം പോയിന്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അവിടെ ഡീഫോറസ്റ്റേഷൻ എഴുതാം, ഓവർ ഗ്രേസിങ് എഴുതാം. ഓവർ ഗ്രേസിങ് എന്താ ചിലപ്പോൾ ഡൗട്ട് തോന്നാം. ഈ ഓവർ ഗ്രേസിംഗ് എന്ന് പറയുന്നത് അനിമൽസ് ചെയ്യുന്നതല്ലേ, എങ്ങനെയാണ് മനുഷ്യനാണോ പുല്ല് തിന്നെന്ന് തോന്നാം. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഈ കൊമേഴ്ഷ്യലായിട്ട് ഈ കന്നുകാലികളെ ക്യാറ്റിലെ വളർത്തുന്ന ആ ഒരു സമയത്താണ് കൂടുതലായിട്ട് ഈ ഓവർ ഗ്രേസിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് ഹ്യൂമൻ്റെ ആ ഒരു ലിസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഓവർ ഗ്രേസിംഗ് ശരിക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഗ്രാസ് പുല്ല് നിന്നും നാർത്തൊന്നും ഇല്ല. പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ എഴുതാൻ പറ്റും, മൈനിങ്. ഇതെല്ലാം കാരണം സോയിൽ ഇറോഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 2 ടൈപ്പ് ഓഫ് സോയിൽ ഇറോഷൻ. അറിയാത്തവർ ജസ്റ്റ് വീഡിയോ കാണുക, ഷീറ്റ് ഇറോഷൻ ആൻഡ് ഗള്ളി ഇറോഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, ഐ തിങ്ക് 4. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ റിസോഴ്സ് ഡെവലപ്പ്. അടുത്ത ഒരു ഹ്യൂമൻസിന് കാര്യം വീണ്ടും ചോദിച്ചിട്ടുള്ളത്. റിസോഴ്സ് ഡെവലപ്മെന്റിൽ ഹ്യൂമൻസിന്റെ റോൾ എന്താണ്? നമുക്ക് നോക്കാം. ഞാൻ ആൻസർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ പ്രോസസ് ഓഫ്, ഇതിൽ നമുക്കൊരു 3 പോയിന്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. 3 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് തിങ്സ് ഇൻ ടു റിസോഴ്സ് ഇൻവോൾവ്സ് ആൻ ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ, ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഈ സെക്കൻഡ് പോയിന്റോടെ പറയുമ്പോൾ മനസ്സിലാവും. Human beings interact with nature through technology and create institutions to accelerate the pace of economic development. ഇവിടെ വരുന്നത് 3 കാര്യങ്ങളാണ്: നേച്ചർ, ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തെങ്കിലും ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ആവാം, അതുപോലെ ഒരു ടോപ്പ് ഫീച്ചേഴ്സ് ആവാം, നാച്ചുറൽ റിസോഴ്സ് ആവാം. എല്ലാം ആ നാച്ചുറൽ വേർഡിലുണ്ട്. ടെക്നോളജി നമുക്കറിയാം, ആ നാച്ചുറൽ റിസോഴ്സ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടെക്നോളജി വേണം. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇനി ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ഇൻ ഓർഡർ ടു ഡെവലപ്പ് സച്ച് ടെക്നോളജി വി നീഡ് സം ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇത് വായിച്ച് നമുക്ക് ഒന്നുകൂടെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഹ്യൂമൻ ബീങ്സ് ഇന്ററാക്ട് വിത്ത് നേച്ചർ എങ്ങനെയാണ്? ത്രൂ ടെക്നോളജി. ആൻഡ് ദേ ക്രിയേറ്റ്, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. വി ക്രിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വാട്ട്? ടു ആക്സിലറേറ്റ് ഓർ ടു എൻഹാൻസ് ദ പേസ് ഓഫ്, പേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്പീഡ്, എക്കണോമിക് ഡെവലപ്മെന്റ്. സോ നമുക്ക് ചുരുക്കത്തിൽ എന്ത് പറയാം? എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടെക്നോളജി യൂസ് ചെയ്ത് നേച്ചർ റിസോഴ്സ് യൂസ് ചെയ്യുന്ന ശരിക്കും ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഇല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ആ ഒരു നാച്ചുറൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ അവിടെ നടക്കില്ല. ഇനി ഇതേ സംഭവം നമുക്ക് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് ഈ 3rd പോയിന്റിൽ കാണാൻ പറ്റും. ഹ്യൂമൻ ബീങ്സ് ആർ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് റിസോഴ്സസ് as they transform material in the environment into resource and use them. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. എന്ത് ട്രാൻസ്ഫോം ചെയ്യുന്നു? മെറ്റീരിയൽസ് ഇൻ ദ എൻവയോൺമെന്റ്.
എൻവയോൺമെൻറ്റൽ റിസോഴ്സ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട്, റിസോഴ്സ് അല്ല ട്രാൻസ്ഫോം ചെയ്യുന്നു, മെറ്റീരിയൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് റിസോഴ്സ് ആക്കി മാറ്റുന്നു. നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലെങ്കിൽ അത് വെറുതെ അവിടെ മെറ്റീരിയലായിട്ട് മാത്രം കിടക്കും. ഒരിക്കലും റിസോഴ്സ് എന്ന പേര് നമുക്കിനെ വിളിക്കാൻ പറ്റില്ല. സോ വി കൺവേർട്ട് ഓർ വി ട്രാൻസ്ഫോം മെറ്റീരിയൽസ് ഓർ തിങ്സ് ഇൻ ടു റിസോഴ്സ് ആൻഡ് യൂസ് ദം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതാണ് നമ്മുടെ റോൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ദ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കാം. ലിസ്റ്റ് എനി 3 മെഷേഴ്സ് ഓഫ് കൺട്രോളിങ് ലാൻഡ് ഡിഗ്രഡേഷൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഏകദേശം റെലവൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഏകദേശം റെലവൻ്റ് പോയിന്റ്സ് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലാൻഡ് ഡിഗ്രഡേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെഷേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചെല്ലാം സ്പെസിഫൈഡ് പറഞ്ഞിട്ടുണ്ട്. ഇനി 3 മെഷേഴ്സ്. ഇത് നമുക്ക് 4 മെഷേഴ്സ് കാണിക്കുന്നുണ്ട്. അഫോറസ്റ്റേഷൻ എഴുതാൻ പറ്റും, പ്ലാന്റിംഗ് ഓഫ് ഷെൽട്ടർ ബെൽറ്റ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് പിക്ചേഴ്സ് ആൻഡ് ഓൾ. ഒന്നുകൂടി കാണാത്തവര്. കൺട്രോൾ ഓൺ മൈനിങ് ആക്ടിവിറ്റീസ്, കാരണം മൈനിങ് അതൊക്കെ ഈ ലാൻഡ് ഡിഗ്രഡേഷൻ കാരണം മെയിനായിട്ടുള്ള സംഭവമായിരുന്നു മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുക. അതുപോലെ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആൻഡ് വേസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. അതായത് ഇൻഡസ്ട്രി എന്താണെന്ന് വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. പ്രത്യേകിച്ചും വാട്ടർ റിസോഴ്സിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നതിന് മുമ്പ്, അങ്ങോട്ട് ഒഴുക്കി വിടുന്നതിന് മുമ്പ് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. കുറേ കാര്യം പഠിച്ചിരുന്നു. പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും. അത് പഠിച്ചത് ഈ ചാപ്റ്ററിലായിരുന്നില്ല, വേറൊരു ചാപ്റ്ററിലായിരുന്നു. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ്, ഇത് പലപ്പോഴായിട്ട് CBSE റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ഹാഡ് ലെഡ് ടു ന്യൂമറസ് പ്രോബ്ലംസ്, ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ആണ്. അതായത് നമ്മൾ ആ റിസോഴ്സ് ഇൻഡിസ്ക്രിമിനേറ്റ് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ, യൂസ് ചെയ്യുകയാണെങ്കിൽ അതുമൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ 3 കാര്യമാണ് പ്രധാനമായിട്ട് പറയാൻ നോക്കാനുള്ളത്. ടു സാറ്റിസ്ഫൈ ദ ഗ്രീഡ് ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ്, ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ് ഹാസ് കണ്ടിന്യൂഡ്. അതായത് കുറച്ച് പേരുടെ അത്യാഗ്രഹം. നമ്മളെ ഗാന്ധി പറഞ്ഞ കോട്ട്സൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ. നമുക്ക് ഗ്രീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല, ബട്ട് നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനെല്ലാം ഭൂമിയിലുണ്ട്. ആഗ്രഹത്തിനെല്ലാം ഉണ്ട്, പക്ഷെ അത്യാഗ്രഹത്തിനൊന്നും ഇല്ല. അവിടെ വരുന്ന എന്താണ്? കുറച്ച് പേരുടെ ഗ്രീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഈ റിസോഴ്സിങ് അതിൻ്റെ എണ്ണം ഡിപ്ലീഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഡ്യൂ ടു ദി അക്യുമുലേഷൻ, സെക്കൻഡ് പോയിന്റ്, ഡ്യൂ ടു ദി അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, ഒന്നുകൂടെ പറയുന്നിരുന്നാലും. ദ സൊസൈറ്റി ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 2 സെഗ്മെന്റ്, റിച്ച് ആൻഡ് പുവർ. അതായത് ഇപ്പോൾ എന്താ വരുന്നത്? റിസോഴ്സ് എല്ലാം ഒരു വിഭാഗത്തിന്, ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിയുടെ കയ്യിൽ മാത്രം അടിഞ്ഞുകൂടുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. അത് കാരണം അവിടെ 2 സെക്ഷനും വരുന്നുണ്ട്. നമുക്കറിയാം, റിച്ച് ആൻഡ് പുവർ, അല്ലെങ്കിൽ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി തേർഡ് പോയിന്റ്, ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് റിസോഴ്സ് ഹാസ് ലെഡ് ടു എക്കോളജിക്കൽ ക്രൈസിസ് ആൾസോ. എക്സാമ്പിൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഈവൻ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ റിസോഴ്സ് യൂസ് ചെയ്യുന്ന ഫലമായിട്ട് ഇത്തരം ക്രൈസിസ്, എക്കോളജിക്കൽ ക്രൈസിസും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു 3 പോയിന്റ്സാണ് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ്, ഇതും ഒരു സോയിലിനെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾ സോയിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. വിച്ച് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എവല്യൂഷൻ ഓഫ് ബ്ലാക്ക് സോയിൽ? വൈ ഈസ് ഇറ്റ് കൺസിഡേർഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഗ്രോയിങ് കോട്ടൺ? ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ അരിഡ് സോയിലിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. അവിടെ ചോദിച്ചത് എന്താണ്? അരിഡ് സോയിൽ എന്തുകൊണ്ടാണ് കൾട്ടിവേഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ കാരണം എഴുതാനാണ് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, എന്തുകൊണ്ടാണ് ബ്ലാക്ക് സോയിൽ കോട്ടൺ കൾട്ടിവേഷന് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കാരണം. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എവല്യൂഷൻ ഓഫ് ബ്ലാക്ക് സോയിൽ? എന്ത് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന്റെ ഫലമായിട്ടാണ് ഈ ബ്ലാക്ക് സോയിൽ ഡെവലപ്പ് ചെയ്തത്? നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും തോന്നുന്നു. കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്തുകൊണ്ടാണ്. നമുക്കറിയാം, അതിൻ്റെ മറ്റൊരു ശരിക്കുള്ള പേര് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെയാണ്. കാരണം അത്രയും അത് കോട്ടണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിലാണല്ലോ. ഓക്കെ, ഫസ്റ്റ് പാർട്ട് നോക്കാം. ക്ലൈമറ്റിക് കണ്ടീഷൻസ് along with present rock material are important factors for making of black soil. The parent rock is volcanic rock. അത് അത്ര മാത്രമേ എഴുതേണ്ടുള്ളൂ. നമുക്കറിയാം, വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സോയിലാണല്ലോ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്.
അപ്പോൾ അതിലുണ്ടാവുന്ന ഈ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, അതായത് ടെമ്പറേച്ചർ വരാം, റെയിൻഫാൾ വരാം, അതൊരു ഫാക്ടറാണ്. അതുകൂടാതെ അതിൻ്റെ മെയിനായിട്ടുള്ള പാരന്റ് റോക്കിലുള്ള മെറ്റീരിയൽസ്, കാരണം അത് നമ്മുടെ ലാവയിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു റോക്കാണല്ലോ. ഈ രണ്ട് കണ്ടീഷൻ കൊണ്ടാണ്, ഈ രണ്ട് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സാണ് ഇതിൻ്റെ ഫോർമേഷന് മെയിനായിട്ടുള്ള റീസൺ. ഈ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും വൈ ഇസ് ഇറ്റ് കൺസിഡേർഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഗ്രോയിങ് കോട്ടൺ. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചുരുക്കി ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്കറിയാം അതിന് ഒരുപാട് ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ടു ഹോൾഡ് മോയ്സ്ചർ, കുറേ നേരം മോയ്സ്ചർ ഹോൾഡ് ചെയ്തൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഒരുപാട് ന്യൂട്രിയൻസ് അതിൽ വരുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഡീപ്പ് ക്രാക്സ് ഇൻ ദ ഓയിൽ ഹെൽപ്പ് ഇൻ എയറേഷൻ. അതിലൊരുപാട് ക്രാക്കുകളുണ്ട് തന്നെ എയറേഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോയിലിന് എയറേഷൻ വേണം. ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒന്നുകൂടെ കാണുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഈസ് ഇറ്റ് എസെൻഷ്യൽ ടു ഹാവ് റിസോഴ്സ് പ്ലാനിങ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പല കുട്ടികളും ഒരു റോങ് ആയിട്ട് ആൻസർ എഴുതി വയ്ക്കാറുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴും കണ്ടുപരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇന്ത്യയുടെ റിസോഴ്സ് പ്ലാനിനെ കുറിച്ചുള്ള 3 സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. ഇതല്ല. ഇവിടെ നിങ്ങൾ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നോ അതിൻ്റെ സ്റ്റെപ്പ് എന്താ ഒന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ ചോദ്യം എന്തേ ഉള്ളൂ, വൈ ഈസ് ഇറ്റ് എസെൻഷ്യൽ ടു ഹാവ് റിസോഴ്സ് പ്ലാൻ? നമുക്ക് എന്തുകൊണ്ടാണ് റിസോഴ്സ് പ്ലാനിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അതിൽ ഒരു 3 പോയിന്റാണ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. If the present trend of resource depletion by few individuals continues, the future of our planet is in danger. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പേരുടെ ഗ്രീഡ് സാറ്റിസ്ഫൈ വേണ്ടിക്കൊണ്ട് മാത്രം നമ്മളെ റിസോഴ്സ് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഇതേ സംഭവം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ദ ഫ്യൂച്ചർ ഓഫ് അവർ പ്ലാനറ്റ് എർത്ത് ഈസ് ഇൻ ഡേഞ്ചർ. കാരണം റിസോഴ്സ് ഒന്നും ഇല്ലാത്ത, ഇനി അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അവർക്കൊന്നും കൊടുക്കാനില്ലാത്തൊരു പ്ലാനറ്റായിട്ട് എർത്ത് മാറും. സോ അവർക്ക് അവിടെ അപ്പോൾ എന്ത് വേണം? റിസോഴ്സ് പ്ലാനിങ് ഈസ് വെരി എസെൻഷ്യൽ. ഇനി സെക്കൻഡ് വൺ, പ്ലാനിങ് ഈസ് എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ്. നമുക്കറിയാം ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? ഒരുപാട് റിസോഴ്സ് വേണം അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അത് ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഉള്ള ലൈഫ് എക്സിസ്റ്റൻസിനെ പോലും അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ ഓൾറെഡി, indiscriminate exploitation of resources had led to global ecological crisis such as ozone layer depletion. നമ്മൾ തൊട്ടുമുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് പൊല്യൂഷൻ എക്സെട്ര. ഇതാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ, ഇൻ ഇന്ത്യ സം റീജിയൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. In India, some regions are rich in certain types of resources, but deficient in some other resources. Do you agree with the statement? Support your answer with any 3 examples. അത് ഇന്ത്യയുടെ ചില ഏരിയാസിൽ നമുക്ക് അവിടെ റിസോഴ്സ് റിച്ച് റീജിയൻ ആണ്, ഒരുപാട് റിസോഴ്സ് ഉള്ള ഏരിയ ആണ്. എന്നാൽ ചില ഏരിയ നേരെ ഓപ്പോസിറ്റ് ആണ്, അവിടെ ഡെഫിഷ്യൻ്റ് ആണ്, ഒരു റിസോഴ്സും കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു റീജിയൻ തന്നെ ഒരു റിസോഴ്സ് കൂടുതലായി കാണുന്നുണ്ട്, പക്ഷേ അവിടെ തന്നെ മറ്റു റിസോഴ്സിൻ്റെ കാര്യത്തിൽ അത് പൂറാണ്. അവിടെ എന്ത് കാണുന്നില്ല? വളരെ റിസോഴ്സ് പൂർ ആയിട്ടുള്ള റീജിയനാണ്, അവിടെ റിസോഴ്സ് തീരെ ഇല്ല, റിസോഴ്സ് ലെസ് റീജിയനൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ശ്രദ്ധിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ എസ് എന്നായിരിക്കും എഴുതേണ്ടി വരിക. പല കുട്ടികളും അത് എസ് ആ ഭാഗം ഇട്ടുകൊണ്ട്, എസ് ആണ് നോ ആണെങ്കിലും അവർ ആ ഭാഗം എഴുതാറില്ല, അവർ ആൻസർ എഴുതും. നിങ്ങൾ വിചാരിക്കുന്നത് ആ ആൻസർ കണ്ടാൽ അവർക്ക് അറിയാലോ എസ് ആണെന്നോ, അങ്ങനെ വിചാരിക്കരുത്. ഇതും ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് എസ് എന്തെങ്കിലും എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സോ ഞാൻ പറഞ്ഞ ആദ്യം നിങ്ങൾ എസ് എന്ന് എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതാം. യെസ്, ദർ ആർ റീജിയൻസ് വിച്ച് ആർ റിച്ച് ഇൻ സർട്ടൻ ടൈപ്സ് ഓഫ് റിസോഴ്സസ് ബട്ട് ആർ ഡെഫിഷ്യൻ ഇൻ സം അതർ റിസോഴ്സസ്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ കുറച്ച് നോക്കാം. ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഏരിയാസ് ആയിരുന്നു. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആൻഡ് മധ്യപ്രദേശ് ആർ റിച്ച് ഇൻ മിനറൽസ് ആൻഡ് കോൾ ഡെപ്പോസിറ്റ്. ഈ 3 സ്റ്റേറ്റിൽ മിനറൽസും കോളും അധികമായിട്ട് കാണുന്നുണ്ട്. ഇനി മറ്റൊന്ന് എക്സാമ്പിൾ ആണ് അരുണാചൽ പ്രദേശ് ഹാസ് അബൻഡൻസ് ഓഫ് വാട്ടർ റിസോഴ്സസ് ബട്ട് ലാക്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്. അവിടെ ഒരുപാട് വാട്ടർ റിസോഴ്സ് കാണുന്നുണ്ടെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അത് കുറച്ച് പുറകോട്ടാണ്. ഇനി തേർഡ് എക്സാമ്പിൾ, രാജസ്ഥാൻ ഈസ് എൻഡോഡ് വിത്ത് സോളാർ ആൻഡ് വിൻഡ് എനർജി ബട്ട് ലാക്സ് ഇൻ വാട്ടർ റിസോഴ്സ്. അരുണാചൽ പ്രദേശിൽ വാട്ടർ കൂടുതലുണ്ടെന്ന് പറഞ്ഞു, നേരെ തിരിച്ചാണ് രാജസ്ഥാൻ. നമുക്കറിയാം ഡെസേർട്ട് റീജിയൻ ആണല്ലോ, അവിടെ വാട്ടർ റിസോഴ്സ് കുറവാണ്, എന്നാൽ സോളാറും വിൻഡും കൂടുതലാണ്. ഇനി അതുപോലെ
കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ ലഡാക്ക് ഹാസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ബട്ട് ലാക്സ് ഇൻ വാട്ടർ റിസോഴ്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഈ വേരിയേഷനാണ് അവിടെ നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത്. സോ നമുക്ക് ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ശരിക്കും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ ചാപ്റ്റർ തറവിരിക്കുക, ആ ചാപ്റ്ററിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് നിങ്ങൾ ഫുള്ളായിട്ട് മനസ്സിലാക്കുക. എന്നാൽ ഈ ചില ക്വസ്റ്റ്യൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തേക്കാം. സോ ഇനി നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സും ഇതുപോലെ നോക്കാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ friends. Thanks for watching.